നല്ല കിടു പച്ച നെയ്വറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന് നേരെ അങ്ങ് വെട്ടിക്കറി ക്ലീനാക്കി. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് മൂത്തുന്ന സമയത്ത് 5 പച്ചമുളക് നെടുവേ പിളർന്നത് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നെടുവേ പിളർന്ന കൊച്ചുള്ളി ഒരു പിടിയും അതും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വാടി കിട്ടണേ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയും ചെയ്യാനുണ്ടായിരുന്നു. ചെറിയ 2 കഷ്ണം ഇഞ്ചി അത് വട്ടത്തിൽ ചെറുതായിട്ട് കീറിയതും അതുപോലെ തന്നെ നീളത്തിൽ കീറിയ ഒരു 5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. ആ സമയത്തോട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാനുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതായത് ഒന്ന് വാടി കിട്ടണം. അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്ത സമയത്തോട്ട് ഒന്ന് വാടി വന്ന സമയത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. അതും കൂടി നേരെ ഉള്ളിലോട്ടും പച്ചമുളകിലോട്ടൊക്കെ തട്ടി കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഇതുപോലെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം നല്ലപോലെ നെയ്യ് തെളിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഇതുപോലെ നമ്മുടെ വറ്റയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്ന സമയത്തോട്ട് ഒരു തക്കാളി എടുത്തിട്ട് നല്ല വട്ടത്തിൽ കീറിയിട്ടുണ്ട്. അതായത് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിനകത്ത് ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് തന്നെ വേറൊരു 5 കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടെ നേരെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് നെയ്യ് തെളിയണം. അതായത് ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് തെളിയാന്ന് പറഞ്ഞാൽ എണ്ണ കിനിഞ്ഞ് ഇങ്ങനെ വരിക. ഇങ്ങനെ എണ്ണ കിരിഞ്ഞ് വന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി വെള്ളത്തിൽ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന സമയത്തോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച് നമ്മുടെ വറ്റമീനില്ല നെയ്വറ്റ, ആ നെയ്വറ്റം എല്ലാം അത്തപ്പൂക്കളം അടഞ്ഞ പോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. അതുകൊണ്ട് അടിപൊളിയായിട്ട് അത്തപ്പൂക്കളം പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. കയ്യിലെ ചേട്ടുമ്പോൾ ചെറുതായിട്ട് പൊള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഗ്രേവിയെ. അതിൻ്റെ നടുവ് തന്നെ കൊണ്ടുവന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉപ്പിട്ടത്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഉപ്പാകും. അങ്ങനെ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു. അതിന് മുമ്പ് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഇതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കേണ്ടതാണ്. ആ തേങ്ങാപ്പാലും കൂടി നേരെ ചട്ടിയിലോട്ട് ഇട്ടിട്ട് 4 വട്ടം കറക്കി കൊടുത്തു ചട്ടിയിൽ. ഇനി നല്ലപോലെ തിളച്ച് കിട്ടണം കേട്ടോ. അന്ന് തിളച്ച് കിട്ടിയ സമയത്തോട്ട് നേരെ ഇപ്പുറത്തെ ചട്ടി വെച്ചു, അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നേരെ അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി കൊച്ചുള്ളി ഒരു 5 എണ്ണം വട്ടത്തിൽ കീറിയതും ഒരു 4-3 കറിവേപ്പില തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തണ്ടല്ല, ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ബ്രൗൺ കളർ പോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നേരെ നമ്മൾ വറ്റക്കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തു. അടിപൊളി നല്ല മണമായിരുന്നു. അങ്ങനെ നമ്മുടെ വറ്റക്കറി റെഡിയായി.